ടീം UDF എന്ന വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് ബ്രാൻഡിൻ്റെ കാലാവധി ഇതാ തീരുകയാണ്. ഇനി UDF സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ സർക്കാർ രൂപീകരിക്കാനുള്ള ഗ്രൂപ്പ് യുദ്ധമൊന്നുമല്ല, മറിച്ച് മുസ്ലിം ലീഗിൽ നിന്നുള്ള സമ്മർദ്ദ തന്ത്രങ്ങളെയാണ്. പുതിയ തന്ത്രങ്ങൾ ഇറക്കാൻ സജ്ജമായിരിക്കുകയാണ് ലീഗ് നേതൃത്വവും. UDF ഇത്തവണ ചരിത്രപരമായ വിജയം നേടിയിരിക്കും. അതോടൊപ്പം ലീഗും ചരിത്രപരമായ റെക്കോർഡ് വിജയം നേടുമെന്നാണ് അവരുടെ കരുതൽ. അങ്ങനെയാണെങ്കിൽ 2 അല്ല 3 അല്ല 5 അല്ല മന്ത്രിമാർ ഏറെ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വേണ്ടെന്ന് വെച്ച ഉപമുഖ്യമന്ത്രി പദത്തിനായുള്ള ലീഗിൻ്റെ ആ ഒരു ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. പണ്ടും 5ാം മന്ത്രി വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ലീഗ് ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലെന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പ്. 85-നും 90-നും ഇടയ്ക്ക് സീറ്റിൽ UDF അധികാരത്തിലെത്തിയിരിക്കുമെന്നാണ് ഇപ്പോൾ വിവിധ വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ BJPക്ക് കിട്ടുന്ന സീറ്റുകൾ ആ കുതിച്ചുചാട്ടത്തെ ഒന്ന് മയപ്പെടുത്തുമെന്ന് സൂചനയുമുണ്ട്. ഇതോടെ ഇടത് വർഗീയത വലത് വർഗീയതയിലേക്ക് പകരമായി വരും. UDF സർക്കാർ വരുമ്പോൾ കോൺഗ്രസിൻ്റെ വലത്ത് വശത്ത് തന്നെ വർഗീയ കക്ഷിയായ മുസ്ലിം ലീഗ് ഉണ്ടാകും. ഇടതുവശത്ത് കത്തോലിക്ക സഭകളും, ഓർത്തഡോക്സ്, സീറോ മലബാർ, പിന്നെ ലത്തീൻ കത്തോലിക്ക ആ സഭകൾ. മധ്യത്തിലിരിക്കുന്ന UDFൻ്റെ ദൗത്യം, മധ്യത്തിലിരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ദൗത്യം ഈ 2 വശത്തും ഇരിക്കുന്ന വർഗീയ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ, ബാർഗനിങ് എല്ലാം പറഞ്ഞു തീർക്കുന്നതാകും. ഇതിനപ്പുറം ഒരു അട്ടിമറിയും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. വെറുതെ ഇരിക്കുന്ന കോൺഗ്രസ് എന്ന വെടിമരുന്നിന് തീടാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർക്ക് സമുദായ മേൽക്കോയ്മയുള്ള സമസ്ത എന്ന സമുദായ സംഘടനയെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം. ഞങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത്, ഞങ്ങളാണ് കേരളത്തിൽ UDFനെ നയിക്കുന്നത്, ലീഗിന് മാത്രമേ അത് സാധിക്കൂ എന്ന് ഒന്നുകൂടി അവർക്ക് സമസ്തയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത്തവണ ലീഗിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാകുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന MLA-മാരുടെ പ്രാതിനിധ്യമനുസരിച്ച് മന്ത്രിമാർ വേണമെന്നാണ് ആഗ്രഹമെന്നും ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാമും വ്യക്തമായി നിലപാടെടുത്തു തുടങ്ങി. അതൊരു സൂചനയാണ്. ഇനി അങ്ങോട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും തൊട്ടു പിന്നാലെ ഇതാ ലീഗിലെ അന്തിമ വാക്കായ പാണക്കാട് കുടുംബവും പാണക്കാട് തങ്ങളും തങ്ങളുടെ വാ തുറക്കും. അത് കഴിഞ്ഞാൽ കോൺഗ്രസിന് ലീഗ് എന്ത് പറയുന്നോ അതിനൊപ്പം നിൽക്കാനുള്ള ആർജവം മാത്രമേ ഉണ്ടാകൂ എന്ന് ചുരുക്കം. കാരണം പാണക്കാട് കുടുംബത്തിൻ്റെ ആ ബാർഗനിങ് പവർ അങ്ങ് ഹൈക്കമാൻഡ് വരെ എത്തുന്നതാണ്. സോണിയാഗാന്ധിയിലെത്തി നിൽക്കും ആ ബാർഗനിങ് പവർ. ഇതുതന്നെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ ആ ബാർഗനിങ് പവറും. അവരും നേരെ ചെന്ന് പിടിക്കുക വി.ഡി. സതീശനെയോ രമേശ് ചെന്നിത്തലയോ ഒന്നുമല്ല, നേരെ സോണിയാഗാന്ധിയെ, ഹൈക്കമാൻഡിനും അപ്പുറമുള്ള ആ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ചരിത്രത്തിലാദ്യമായി ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളടക്കം 27 സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് കേരള സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ജയിക്കാനായി നിർത്തിയിരിക്കുന്നത്. ഇതിൽ 20 MLA-മാർ ജയിച്ചാലും ലീഗിൻ്റെ മന്ത്രിസ്ഥാനം ജയിക്കുന്നവരുടെ അനുവാദമനുസരിച്ച് കൂടിയിരിക്കണം എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. ആ തീരുമാനം പക്ഷേ ഇത്തവണ നടപ്പാക്കുന്നത് വളരെ മയത്തിലാണെന്ന് മാത്രം. കാരണം മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ പാണക്കാട് കുടുംബത്തിന് പോലും വ്യക്തമല്ല. മുമ്പൊക്കെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കാൻ അത് K. കരുണാകരൻ്റെ ചരിത്രത്തിലുണ്ട്. കരുണാകരനെ മുഖ്യമന്ത്രി ആക്കിയതും ആ പടിയിറക്കി വിട്ടതും, AK ആന്റണിയെ പിന്നീട് മുഖ്യമന്ത്രിയാക്കിയതും ആ പടിയിറക്കി വിട്ടതും, തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയെ അടുത്ത ടൈമിൽ മുഖ്യമന്ത്രിയെ അവരോധിച്ചതും, ഇതെല്ലാം മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് കുടുംബത്തിൻ്റെ ആ ശക്തി തന്നെയാണ്. ഇക്കുറിയും കേരളം കാണാൻ പോകുന്നത് കോൺഗ്രസ് എന്ന മധ്യഭാഗത്തിരിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷിയുടെ വലതുഭാഗത്തിരിക്കുന്ന മുസ്ലിം ലീഗിനെയും ഇടതുഭാഗത്തിരിക്കുന്ന ക്രിസ്ത്യൻ സഭകളെയുമാണ്. അങ്ങനെ വീണ്ടും കേരളത്തിൽ മറ്റൊരു വർഗീയ ഭരണം കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്.